കലോത്സവ ഔദ്യോഗിക ഗ്രൂപ്പിൽ മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ച് പോസ്റ്റ്. മേള നടത്തിയ അധ്യാപകരെ അവഹേളിച്ചുവെന്നും കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയുടെ വിലയാണ് നൽകിയതെന്നും വിമർശനം. സമാപന സമ്മേളന വേദി മന്ത്രിയുടെ സ്റ്റാഫുകൾ കൈയടക്കി. സബ് കമ്മിറ്റി കൺവീനറെ പോലും പോലീസിനെ ഉപയോഗിച്ച് അപമാനിച്ചിറക്കിവിട്ടെന്നും പോസ്റ്റിൽ പറയുന്നു. മന്ത്രിയെ പ്രതിഷേധം അറിയിക്കുമെന്ന് KPSTA സംസ്ഥാന സമിതി വ്യക്തമാക്കി. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, പകലന്തിയോളം വെള്ളം കോരിയത് ഈ അധ്യാപകരും അധ്യാപക സംഘടനയിൽപ്പെട്ടവരുമൊക്കെയാണ്. ഒടുവിൽ സമ്മേളനം നടക്കുന്ന സമയത്ത് സബ് കമ്മിറ്റി കൺവീനറെ പോലും സ്റ്റേജിൽ ഇരുത്താതെ പോലീസിനെ ഉപയോഗിച്ച് ഇറക്കിവിട്ട് അപമാനിച്ചുവെന്നാണോ ഈ ഗ്രൂപ്പിലെ പോസ്റ്റിൽ പറയുന്നത്? അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അതുതന്നെയാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ 5 ദിവസം രാപ്പകലില്ലാതെ അധ്വാനിച്ച, അല്ലെങ്കിൽ പ്രധാനമായും 15,000-ലധികം വരുന്ന കുട്ടികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സമൂഹമാണ് തലസ്ഥാനത്ത് വന്നിറങ്ങിയത്. അവരെ ഊട്ടിയവരെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത്, അവഹേളിച്ചിരിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം KPSTയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാപന സമ്മേളന വേദിയിലെത്തിയപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗിച്ച് അവരെ ഈ വേദിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സമീപനം വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഈ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാണ് പ്രധാനമായും KPST ആരോപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേദിയുടെ മുൻവശത്തെ നിരയിൽ പോലും അവർക്കൊരു സീറ്റ് ഒരുക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരുന്നില്ല എന്നുള്ളതും വലിയൊരു വിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. ഈ രാപ്പകലില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ അവർ അധ്വാനിച്ചു. അതൊക്കെയും വലിയ രീതിയിൽ സ്വീകരിച്ചുവെങ്കിലും, തുടക്കം മുതൽ അവസാനം വരെയും അവരെ വലിയ രീതിയിൽ സ്വീകരിച്ചുവെങ്കിലും, പക്ഷേ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയുടെ വിലയായി മാറി എന്നുള്ള വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ഈ സംഘടന ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായിട്ടും 19 സബ് കമ്മിറ്റികളാണ് ഈ കലോത്സവം നിയന്ത്രിച്ചിരുന്നത്. ഈ സബ് കമ്മിറ്റികളുടെ കൺവീനർമാർക്ക് ഈ പ്രശസ്ത ഫലകം അടക്കമുള്ള ഈ ഉപകാരമൊക്കെ കൈമാറുന്ന ഒരു വേദിയായിരുന്നു. പക്ഷേ ആ ഫലകം അടക്കമുള്ളവ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ കൺവീനർമാർ ഈ സമാപന സമ്മേളനത്തിൽ നിന്നും ഈ നഗരിയിൽ നിന്നും വിട്ടുപോയെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യം ഇപ്പോൾ ഈ KPSTയുടെ സംസ്ഥാന അധ്യക്ഷൻ K അബ്ദുൽ മജീദ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ വിവരം അറിയിക്കുമെന്നുള്ളത് കൂടി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു. പ്രധാനമായും മീഡിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിരുന്നു. അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിൻ്റെ അഡ്മിൻ. അദ്ദേഹമാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഈ വിവരം ഇപ്പോൾ പുറത്തറിയുന്നത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ഈ അധ്യാപക സംഘടന പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് താൻ ഇട്ടതെന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് വലിയ തോതിലുള്ള വിവിധ സംഘടനകൾ, അധ്യാപകരുടെ തന്നെ വിവിധ സംഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ സംഘടനകൾ ഉണ്ടായിരുന്നു. പക്ഷേ KPSTയുടെ സംഘടനയിലുള്ള ആൾക്കാർ ഈ വേദിയിൽ എത്തിയപ്പോൾ അവരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നു. അവർക്ക് വേദിയിൽ ഒരു സ്ഥലം ഒരുക്കാനായിട്ട് ഈ വകുപ്പ് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് അതിനുള്ള ഒരു നീക്കം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് ഇറക്കി വിട്ടു എന്നുള്ള വലിയൊരു ആരോപണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വേദിയുടെ മുൻനിരയിൽ പോലും ഇത്തരത്തിലൊരു അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രശസ്തി ഫലകം അടക്കമുള്ളവ കൈമാറണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേദിയുടെ മുൻനിരയിൽ ഒരു സീറ്റ് പ്രധാനമായും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഒരുക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. പക്ഷേ അതുപോലും എടുക്കാനായിട്ട് വകുപ്പ് തയ്യാറായില്ലെങ്കിൽ പ്രധാനമായും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന അധ്യാപക സംഘടനയെ ഒഴിവാക്കുകയാണോ ലക്ഷ്യമെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.